അല്പസമയത്തെ ചിന്തയ്ക്കായി കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ സൺഡേയിൽ നമ്മുടെ ആരാധന ടെറവിസ്റ്റ കമ്മ്യൂണിറ്റിയിലായിരുന്നല്ലോ. അന്ന് നാം ചിന്തിച്ചതായ വിഷയമല്ല, അതിൻ്റെ തലേ വീക്കിൽ നമ്മൾ ചിന്തിച്ച ഭാഗമാണ് യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം. ആ അധ്യായത്തിൽ നിന്ന് യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 23-24 വാക്യങ്ങൾ നമുക്ക് അല്പസമയത്തെ ചിന്തയ്ക്കായി വായിക്കാമല്ലോ. ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 4 വേഴ്സ് 23 and 24. Amen. Amen. Worship the Lord in spirit and in truth. That is the topic of my message. കഴിഞ്ഞ ദിവസം നാം ശമരിയക്കാരിയുടെ ചരിത്രം, യേശു കർത്താവ് അവളെ മീറ്റ് ചെയ്തതും അവളുടെ ജീവിതത്തെ തിരിച്ചുവിട്ടതും നാം അല്പമായിട്ട് കഴിഞ്ഞ ദിവസം ചിന്തിച്ചു. യേശു കർത്താവ് ഏതാണ്ട് യെരുശലേമിൽ നിന്ന് 44 മൈൽ യാത്ര ചെയ്ത്, കാൽനടയായി യാത്ര ചെയ്ത്, താഴ്വരയും കുന്നും കല്ലും മുള്ളും ഒക്കെ ചവിട്ടി അവിടെ ചെന്നത് എന്തിനു വേണ്ടിയാ? ഒരു സമൂഹത്തെ നേടുവാൻ. എല്ലാവരാലും വെറുക്കപ്പെട്ട, തള്ളപ്പെട്ട, ജീവിതത്തിൻ്റെ മൊറാലിറ്റി അല്ലെങ്കിൽ ആത്മീയമായും ധാർമ്മികമായും അധപ്പതിച്ച ഒരു സ്ത്രീയെ, ഒരു സമൂഹത്തെ തേടിയെത്തിയത് യഥാർത്ഥ ആരാധന എന്താണെന്ന് വെളിപ്പെടുത്താനാ. എന്തിനാ യേശു കർത്താവ് സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്? സ്വർഗ മഹിമ വിട്ട് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ വേഷത്തിൽ മനുഷ്യനായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് നമ്മുടെ ഇടയിൽ പാർത്തത് എന്തിനു വേണ്ടിയാ? ആരെ ആരാധിക്കണം, എങ്ങനെ ആരാധിക്കണം എന്ന് നമുക്ക് വെളിപ്പെടുത്തി തരുവാൻ, സത്യ നമസ്കാരികൾ പിതാവിനെ എങ്ങനെ ആരാധിക്കണമെന്ന് പറഞ്ഞു തരുവാൻ വേണ്ടി ആണ് യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത്. സകലരാലും വെറുക്കപ്പെട്ട സ്ത്രീ, ആരാധനയിലും വ്യക്തിപരമായ ജീവിതത്തിലും പരാജയപ്പെട്ട ഒരു സ്ത്രീ, യേശു അവരെ തേടി എത്തി ശരിയായ ആരാധന പറഞ്ഞു കൊടുക്കാൻ. യേശുവുമായി അല്പസമയം സംസാരിച്ചു കഴിഞ്ഞപ്പോൾ വ്യക്തിയുടെ ആകമാന കാഴ്ചപ്പാടുകൾക്ക് മാറ്റം വന്നു, ചിന്താഗതികൾക്ക് മാറ്റം വന്നു, അവളിൽ പാപബോധം വന്നു. യേശുവുമായി അല്പസമയം സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ആള് മാറി, മനസ്സു മാറി, ചിന്താഗതികൾക്ക് മാറ്റം വന്നു, കാഴ്ചപ്പാട് മാറി, ഒരു പുതിയ വ്യക്തിയായി അവൾ മടങ്ങിപ്പോയി, യേശുവിൻ്റെ സാക്ഷിയായി. അതാ മാനസാന്തരം. മതം മാറിയത് കൊണ്ട് മാനസാന്തരം ഉണ്ടാകത്തില്ല. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുമ്പോഴാണ് യഥാർത്ഥമായും മാനസാന്തരം സംഭവിക്കുന്നത്. നമുക്കറിയാം, ഈ സ്ത്രീയെ ആദ്യം ഒറ്റ നോട്ടത്തിൽ കണ്ടപ്പോൾ അവളോട് പറഞ്ഞില്ല ഏതാ ശരിയായ ആരാധനയെന്ന്. ആദ്യം ഇവള് യേശുവിനെ നോക്കുമ്പോൾ ഒറ്റ നോട്ടത്തിൽ മനസ്സിലായി ഇവനൊരു യഹൂദനാണ്. വേഷവിധാനങ്ങൾ കൊണ്ട്, വസ്ത്രധാരണം കൊണ്ട് അവൾക്ക് മനസ്സിലായി ഈ നിൽക്കുന്നത് ഒരു യഹൂദനാണ്. ആ നോട്ടം കൊണ്ട് മനസ്സിലാക്കിയ ആ അറിവ് കൊണ്ട് ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കാൻ കഴിയത്തില്ല.
നീ ഒരു യഹൂദനാണെന്ന് പറഞ്ഞപ്പോൾ യേശു ആരാധന വെളിപ്പെടുത്തിയില്ല. വീണ്ടും അല്പസമയം കൂടെ ആ കമ്മ്യൂണിക്കേഷൻ തുടരുക. അല്പസമയം കൂടെ വേഴ്സ് 11 ആൻഡ് വേഴ്സ് 15 ആ വാക്യം 11-15 വാക്യങ്ങളോട് നോക്കിയേ. കാഴ്ചപ്പാട് മാറുന്നത് കണ്ടോ? ആദ്യം 9 വാക്യത്തിൽ നമ്മൾ വായിച്ചു, നീ ഒരു യഹൂദനാകുന്നു, ഒരു യഹൂദനെന്ന് ഞാൻ അറിയുന്നു. 11 വാക്യത്തിൽ നമ്മൾ കാണുമ്പോൾ അല്പം കൂടെ കഴിഞ്ഞപ്പോൾ ആ കാഴ്ചപ്പാട് മാറി, നീ യജമാനനാകുന്നു. യജമാനൻ എന്നുള്ള ആ അറിവ്, യു ആർ ദ മാസ്റ്റർ, ആൻഡ് ജീസസ് ബിക്കം ഹെർ മാസ്റ്റർ. അല്പം കൂടെ കഴിഞ്ഞു, അല്പം കൂടെ മുമ്പോട്ട് പോകുമ്പോൾ 19 വാക്യം വേഴ്സ് 19. അതാ ഏറ്റവും വലിയ അറിവ്. യേശു ഒരു പ്രവാചകനാണെന്നുള്ള അറിവ്. ദൈവമക്കളെ, പടിപടിയായി അവസ്ഥകൾ മാറുന്നു നോക്കിയേ. ദൈവത്തെക്കുറിച്ചുള്ള അറിവ് വർദ്ധിക്കുന്നത് നോക്കിയേ. അല്പസമയം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ, അടുത്തറിഞ്ഞപ്പോൾ, സംസാരിച്ചു കഴിഞ്ഞപ്പോൾ പടിപടിയായി കാഴ്ചപ്പാടുകൾ മാറി. അവൾ പറഞ്ഞു, നീ ഒരു പ്രവാചകനാകുന്നു. എപ്പോഴാണ് അത് പറഞ്ഞത്? ജീവിതത്തിൻ്റെ പരാജയങ്ങൾ, തോൽവികൾ, കഴിഞ്ഞകാല ജീവിതത്തിൻ്റെ തെറ്റുകൾ, പരാജയങ്ങൾ ചൂണ്ടിക്കാണിച്ച് കഴിഞ്ഞപ്പോൾ അവൾ പറയുകയാ, നീ ഒരു പ്രവാചകൻ എന്ന് ഞാൻ കാണുന്നു. നമുക്ക് ഒത്തിരി പ്രവാചകന്മാരെ അറിയാം. അതുപോലൊരു പ്രവാചകനല്ല ഈ പ്രവാചകൻ. ഈ പ്രവാചകന് ചില പ്രത്യേകതകളുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ നല്ല കാലത്ത് ഗുണം വരുമെന്ന് പറയുന്ന ഒത്തിരി പ്രവാചകന്മാരുണ്ട്. ഞാൻ പ്രവാചകത്തിനും പ്രവചനത്തിനും ഒന്നും എതിരല്ല. പക്ഷേ ഇന്നത്തെ പ്രവചനം കാണുമ്പോൾ പലപ്പോഴും ചിരിക്കല്ലാതെ മറ്റു മാർഗമൊന്നുമില്ല. സാധാരണ യഥാർത്ഥമായ പ്രവചനം കേട്ടാൽ ഉണ്ടാകേണ്ടത് അനുതാപമാണ്, കരച്ചില, കണ്ണുനീരാ. പക്ഷെ ഇന്നത്തെ പ്രവചനം പലതും കേൾക്കുമ്പോൾ ചിരി വരികയാണ്. ആകമാനം ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ ഒത്തിരി ഉണ്ട്. ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ അവരൊക്കെ പറയുന്നത് കാറിൻ്റെ നിറവും വീടിൻ്റെ കളറും കാര്യങ്ങളുടെ എത്ര സ്റ്റെപ്പ് ഉണ്ടെന്നും ആ കബോർഡിലിരിക്കുന്ന ഡോക്യുമെൻറ്റിൻ്റെ വിഷയങ്ങളും പിന്നെ ശരീരത്തിൻ്റെ കാര്യം ഞാൻ പറയുന്നില്ല. ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ അതാണോ പ്രവചനം? ഏറ്റവും നല്ല പ്രവാചകൻ യേശു കർത്താവാണ്. യേശു കർത്താവാണ് ഏറ്റവും വലിയ പ്രവാചകൻ. അതറിയുന്നതാ ഏറ്റവും വലിയ അറിവ്. യേശുവിനെ അറിയുന്നതാ ഏറ്റവും വലിയ അറിവ്. യേശുവിനെ ഒരു പ്രവാചകനായിട്ട് അറിയുന്നതാ. നമ്മെ അറിയുന്ന ഒരു ദൈവം, എൻ്റെ ഇന്നലകളെ അറിയുന്ന ദൈവം, എൻ്റെ അവസ്ഥകൾ, ഞാൻ പറഞ്ഞത്, ഞാൻ സംസാരിച്ചു, ഞാൻ ചെയ്തത്, എൻ്റെ ജീവിതത്തിൽ വന്ന പരാജയങ്ങൾ ഒരുപോലെ അറിയുന്ന ദൈവം. അല്ല, ഇന്നലെ അറിയുന്ന ദൈവമല്ല, എൻ്റെ ഇന്ന് അറിയുന്ന ദൈവം, എന്നെ ഇന്ന് നന്നായി അറിയുന്ന ദൈവം, അല്ല എൻ്റെ നാളെ അറിയുന്ന ദൈവം. ആ ദൈവമായ ഏറ്റവും വലിയ പ്രവാചകൻ. ആ ദൈവത്തെ പ്രവാചകനായി കാണുന്നതാണ് ഏറ്റവും വലിയ അറിവ്. ആ ദൈവത്തെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അടുത്ത വിഷയത്തിലോട്ടാണ് കടക്കുന്നത്. എങ്ങനെ ദൈവത്തെ ആരാധിക്കണം. ഹല്ലേലൂയ. ഈ ഭാഗങ്ങൾ വളരെ മനസ്സിരുത്തി പഠിക്കേണ്ടതായ വിഷയങ്ങളാണ്. ജീസസ് ഈസ് ദി അൾട്ടിമേറ്റ് പ്രോഫറ്റ്. ഏറ്റവും വലിയ പ്രവാചകനായ ക്രിസ്തു അവളുടെ ജീവിതത്തിൻ്റെ പരാജയങ്ങളും തെറ്റുകളും ചൂണ്ടിക്കാണിച്ചു. ബൈബിളിലെ ഏറ്റവും നല്ല പ്രവചനങ്ങളെല്ലാം അല്ലെങ്കിൽ പ്രവാചകന്മാരെല്ലാം ജീവിതത്തിൻ്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്ന പ്രവാചകന്മാരായിരുന്നു. പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും പ്രവചനങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണം. എല്ലാം ജീവിതത്തിൽ വന്ന പരാജയങ്ങൾ, അല്ലെങ്കിൽ സ്വർഗത്തിൽ പോകാനുള്ള വഴി, ഗൾഫിലും അമേരിക്കയിലും പോകാനുള്ള വഴികളാണ് ഇന്ന് പ്രവാചകന്മാർ പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷേ യഥാർത്ഥ പ്രവചനം എന്ന് പറയുന്നത് സ്വർഗത്തിൽ പോകാനുള്ള വഴി. അത് അനുതാപത്തിലൂടെയാണ്, അത് മാനസാന്തരത്തിലൂടെയാണ്, ജീവിതത്തിൻ്റെ കുറ്റങ്ങൾ ഏറ്റുപറയുന്നതിലൂടെയാണ്. അങ്ങനെ മാത്രമേ സ്വർഗത്തിൽ പോകാൻ കഴിയത്തുള്ളൂ. അത് പറഞ്ഞു കൊടുക്കുന്നതാണ് യഥാർത്ഥ പ്രവചനമെന്ന് പറയുന്നത്. യഥാർത്ഥ പ്രവാചകൻ യേശുവാണ്. യഥാർത്ഥ പ്രവചനം ദൈവവചനവുമാണ്. ദൈവവചനമായ ഏറ്റവും നല്ല പ്രവചനമെന്ന്.
വിഷയം വരുമ്പം ആ പ്രവാചകൻ്റെ അടുക്കൽ പോകുന്നതാണ് ഏറ്റവും നല്ലത്. നല്ല പ്രവാചകൻ്റെ അടുക്കൽ ചെന്ന് നല്ല ദൂത് വാങ്ങിക്കുന്നത്, പ്രവചനം ഏറ്റെടുക്കുന്നത്, ദൈവവചനം ഒന്ന് തുറന്ന്, പ്രശ്നം വരുമ്പോൾ ഓടിച്ചെന്ന് പൊട്ടിക്കുന്ന വിഷയമല്ല ഞാൻ പറഞ്ഞത്. ചിലർ വിഷയം വരുമ്പോൾ ഓടിച്ചെന്ന് തുറക്കുന്ന, പെട്ടെന്ന് ബൈബിൾ എടുത്ത് പെട്ടെന്നൊന്ന് തുറക്കുമ്പോൾ കിട്ടുന്ന വാക്യം ആ ദൂതായിട്ട് ഏറ്റെടുക്കുക. അതല്ല, അല്പസമയം ശമരിയക്കാരി ദൈവത്തോട് സംസാരിച്ചതുപോലെ അല്പസമയം ഒന്ന് മുട്ടുമടക്കി ദൈവസ്ഥലിൽ ഒന്ന് ഇരുന്ന് ഒന്ന് പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ ഒന്ന് ഏൽപ്പിച്ചിട്ട് ആ ദൈവശബ്ദത്തിനൊന്ന് കാതോർത്ത് നോക്കിയേ. ദൈവം എന്നോട് നിങ്ങളോട് സംസാരിക്കും, പ്രവചനമായി സംസാരിക്കും. ആമേൻ. ദൂതായിട്ട് വ്യക്തമായിട്ട് ദൈവം നമ്മോട് സംസാരിക്കും. ഒന്ന് പരീക്ഷിച്ച് നോക്കിയേ. സ്തോത്രം. വിഷയത്തിന് മുമ്പിൽ ഒന്ന് മുട്ടുമടക്കി, എവിടെ പ്രവാചകനുണ്ടെന്ന് നോക്കാതെ, എവിടെ നല്ല പ്രവാചകനുണ്ടെന്ന് നോക്കാതെ, ആ ഫോണിനെടുത്ത് വിളിക്കാതെ ദൈവസ്ഥലൊന്ന് മുട്ടുമടക്കി ദൈവസ്ഥലൊന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറായിക്കേ. ദൈവം നേരിട്ട് സംസാരിക്കുന്ന ദൈവമാണ്. ജീസസ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് പ്രോഫറ്റ്. He is not like our so-called prophets today. He is the one who reveals God's will to us. He is the one who gives us eternal life. He is the truth and He is the life, and He is the source of all the blessings. ഒന്നുകൂടെ പറയാം, യേശുവിന് പരാജയം കാണാൻ മാത്രമല്ല കഴിയുന്നത്, തെറ്റിനെ വെളിപ്പെടുത്താൻ മാത്രമല്ല കഴിയുന്നത്, ആ തെറ്റിന് പരിഹാരം കൂടെ തരാൻ കഴിവുള്ള ഒരു ദൈവം അന്ന് അതുപോലൊരു പ്രവാചകൻ ലോകത്തിലില്ല ദൈവമക്കളെ. ഒരു പക്ഷേ കൈനോട്ടക്കാരനെ പോലെ ചിലതൊക്കെ പറഞ്ഞെന്ന് വന്നേക്കാം, ചിലത് ശരിയായെന്നും വന്നേക്കാം. എന്നാൽ നമ്മുടെ പ്രശ്നത്തിന് പരിഹാരം കൂടെ തരാൻ കഴിയുന്ന ഒരു പ്രവാചകൻ, എൻ്റെ ജീവിതത്തിൽ വന്ന തെറ്റുകൾ, പരാജയങ്ങൾ ഏറ്റുപറഞ്ഞാൽ അതിന് ക്ഷമിക്കാൻ കഴിയുന്ന ഒരു നല്ല പ്രവാചകൻ. അതാ ഈ പ്രവാചകന്റെ പ്രത്യേകത. ആ പ്രവാചകനെയാണ് നമുക്ക് വേണ്ടിയത്. ശമരിയക്കാരിയുടെ കഴിഞ്ഞകാല പാപജീവിതത്തെ വെളിപ്പെടുത്തുന്നതിലൂടെ യേശു ഒരു പ്രവാചകനെന്ന് അവൾ തിരിച്ചറിഞ്ഞു. അവളിൽ പാപബോധം വരുത്തി. യേശു മശിഹ എന്ന് അവൾക്ക് വെളിപ്പെടുത്തി കൊടുത്തു. ലോകരക്ഷിതാവെന്ന് അവൾ തിരിച്ചറിഞ്ഞു. അതിനുശേഷം പറഞ്ഞ വാക്കാ സത്യനമസ്കാരികൾ. പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. Once again, let's read verse 21 onwards. 21-22 വാക്യങ്ങളൊന്ന് വായിക്കാമോ? സ്ത്രീയെ, എൻ്റെ വാക്ക് വിശ്വസിക്ക, പിതാവിനെ നമസ്കരിക്കുന്നത്. അവൾ പറഞ്ഞു, ഞങ്ങൾ ആ മലയിലാ, ഗർസീം മലയിലാ ഞങ്ങൾ ആരാധിക്കുന്നത്, നിങ്ങൾ യെരുശലേമിൽ ആരാധിക്കുന്നത്. അതിന് മറുപടിയായി യേശു പറയുകയാ, സ്ത്രീയെ, എൻ്റെ വാക്ക് വിശ്വസിക്ക. നിങ്ങൾ പിതാവിനെ ആരാധിക്കുന്നത് ആ മലയിലുമല്ല, യെരുശലേമിലുമല്ല. അടുത്ത വാക്ക് നോക്കിക്കേ. നിങ്ങൾ അറിയാത്തതിനെയാ നമസ്കരിക്കുന്നത്. അങ്ങനെ പറയാൻ പറ്റുമോ? അങ്ങും ഇങ്ങുമൊക്കെ ആ മലയിലും ഈ മലയിലുമൊക്കെ ആരാധിക്കുന്നവരോട് നിങ്ങൾ അറിയാത്തതിനെയാ നമസ്കരിക്കുന്നതെന്ന് പറയാൻ പറ്റുമോ? യേശു പറഞ്ഞു, നീ അറിയായ്മ കൊണ്ട് അറിവില്ലാത്തതിനെ നമസ്കരിക്കുക. എന്നാൽ അടുത്ത വാക്ക്, ഞങ്ങൾ അറിഞ്ഞ് നമസ്കരിക്കുന്നവരാ. ഞങ്ങൾ അറിഞ്ഞ്, സത്യദൈവത്തെ അറിഞ്ഞ് ആരാധിക്കുന്നതാ യഥാർത്ഥ ആരാധന. അടുത്ത വാക്ക് നോക്കിയേ. രക്ഷ യഹൂദന്മാരുടെ ഇടയിൽ നിന്നത്ര വരുന്നത് സത്യ നമസ്കാരികൾ എന്ന് പറഞ്ഞാൽ ഒത്തിരി പേർക്കൊന്നും ആരാധിക്കണം താല്പര്യമൊന്നുമില്ല. എന്നാൽ എനിക്ക് നിങ്ങൾക്കും ആരാധിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, സത്യദൈവത്തെ അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ, ദൈവത്തെ ആരാധിക്കണം, ദൈവത്തെ പ്രസാദിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ വാക്ക് കേൾക്ക്. സത്യനമസ്കാരികൾ പിതാവിനെ എങ്ങനെ ആരാധിക്കണം? ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. സത്യനമസ്കാരികൾ.
ആരാധിക്കാൻ ആഗ്രഹിക്കുന്ന, ദൈവത്തെ ആരാധിക്കാൻ ആഗ്രഹിക്കുന്ന, ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവമക്കൾ അറിഞ്ഞാരാധിക്കണം. സത്യദൈവത്തെ അറിഞ്ഞാരാധിക്കണം. സത്യദൈവത്തെ അറിഞ്ഞില്ലെങ്കിൽ, യഥാർത്ഥ ദൈവം ആരെന്ന് അറിഞ്ഞില്ലെങ്കിൽ എല്ലാ ദൈവങ്ങളെയും ആരാധിച്ചു കളയും. എവിടെ ആരാധിക്കണമെന്ന് അറിഞ്ഞില്ലെങ്കിൽ എവിടെയും ആരാധിക്കും. എങ്ങനെ ആരാധിക്കണമെന്ന് അറിഞ്ഞില്ലെങ്കിൽ എങ്ങനെയും ആരാധിക്കുന്ന ഒരു കാലഘട്ടമാണ്. എന്നാൽ അതിൻ്റെ നടുവിൽ ദൈവത്തെ ആരാധിക്കേണ്ടത് സത്യനമസ്കാരികൾ സത്യത്തിലും ആത്മാവിലും ദൈവത്തെ നമസ്കരിക്കണം. ആരാധന, വർഷിപ്പ് നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റാണ്. സത്യനമസ്കാരികൾ ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കണം. ആരാധന എന്നുള്ള വാക്ക് ഏതാണ്ട് 200-ലധികം പ്രാവശ്യം ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. വർഷിപ്പ് ഈസ് മെൻഷൻ over 200 times. Just the word worship itself is mentioned about 182 times in the Bible. Worship, worshipping, worshipped, അതെല്ലാം കൂടെ ചേർത്ത് 200-ലധികം പ്രാവശ്യം ബൈബിളിൽ ആരാധന എന്ന വാക്ക് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. നമ്മൾ ആരാധനയ്ക്ക് വളരെ പ്രാധാന്യം കൊടുക്കുന്നവരാണെന്ന് ഞാൻ പറഞ്ഞത് നമ്മുടെ ചർച്ചിൻ്റെ പേര് തന്നെ വർഷിപ്പ് സെൻറ്റർ എന്ന്. നമ്മൾ ആരാധനയ്ക്കാണ് വരുന്നത്, ദൈവത്തെ ആരാധിക്കാനാണ് നമ്മൾ കടന്നു വരുന്നത്. അതുകൊണ്ട് നമ്മൾ ആരാധനയ്ക്ക് വളരെ പ്രാധാന്യം കൊടുക്കുന്നവരാണ്. നമ്മൾ മാത്രമല്ല, ഇന്ന് ലോകത്തിലുള്ള മിക്കവാറും എല്ലാവരുമൊക്കെ ആരാധിക്കുന്നവരാണ്. ആരെയെങ്കിലും എന്തിനെയെങ്കിലും ഒക്കെ ആരാധിക്കുന്നവരാണ്. ആരാധനയിൽ ചിലർ ഇരുന്നും മറ്റു ചിലർ നിന്നും മറ്റു ചിലർ മുട്ടിന്മേൽ നിന്നും മറ്റു ചിലർ മുട്ടിന്മേൽ എഴഞ്ഞും ചിലർ മൗനമായിട്ടും ചിലർ ശബ്ദമുയർത്തിയും ഒക്കെ ആരാധിക്കുന്ന ആരാധനാ രീതികൾ ഇന്ന് ലോകത്തുണ്ട്. ഈ കോവിഡിന് ശേഷം ഞാൻ ശ്രദ്ധിച്ച ഒരു പ്രത്യേകമായ ഒരു ഒബ്സർവൻസ് എന്ന് പറയുന്നത് സോഫായ ചാരിക്കിടന്നും ആരാധിക്കാം. അങ്ങനെ ഒരു കാലഘട്ടത്തിലോട്ടാണ് നമ്മളിപ്പം വന്നിരിക്കുന്നത്. ഇതിൻ്റെ നടുവിൽ എന്താ യഥാർത്ഥ ആരാധന? എങ്ങനെയാണ് ദൈവത്തെ ആരാധിക്കേണ്ടത്? ദൈവം പ്രസാദിക്കുന്ന ആരാധന എങ്ങനെയുള്ള ആരാധനയാണ്? എല്ലാ ആരാധനയിലും ദൈവം പ്രസാദിക്കുമോ? ഇന്ന് നടക്കുന്ന എല്ലാ ആരാധനകളിലും ദൈവം പ്രസാദിക്കുന്നുണ്ടോ? അല്ല, എൻ്റെ ആരാധനയിൽ ദൈവം പ്രസാദിക്കുന്നുണ്ടോ? ഇന്ന് രാവിലെ നമ്മോട് ചോദിക്കേണ്ട വിഷയമാണ്. ഞാനിവിടെ ആരാധനയ്ക്കായിട്ട് ഇന്ന് രാവിലെ വന്നതാ. എൻ്റെ ആരാധനയിൽ, ഇന്നത്തെ എൻ്റെ ആരാധനയിൽ ദൈവം പ്രസാദിക്കുമോ? അല്ല, ദൈവം പ്രസാദിച്ചോ ഇതുവരെയുള്ള ആരാധനയിൽ? എന്താ യഥാർത്ഥമായ ആരാധന? ചിലർ ചിന്തിക്കുന്നത് പാട്ട് പാടുന്നത് മാത്രം ആരാധന. അല്ല, നമ്മളിവിടെ വന്ന സമയം തൊട്ട് പ്രാർത്ഥന തൊട്ട് ഇവിടെ ആശീർവാദം പറയുന്നത് വരെ നടക്കുന്ന സകല വിഷയങ്ങളും ആരാധനയാണ്. ദൈവത്തിന് മഹത്വം കൊടുക്കുക. ഞാൻ ഒന്നുകൂടെ പറയാം. യഥാർത്ഥത്തിൽ നമുക്ക് ദൈവത്തിങ്കിൽ നിന്നൊരു പ്രസാദം പ്രാപിച്ച് മടങ്ങണം. എനിക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കണം. എൻ്റെ ആരാധനയിൽ ദൈവം പ്രസാദിക്കണം. ഒന്നുകൂടെ പറയാം, എല്ലാ ആരാധനയിലും ദൈവം പ്രസാദിക്കുന്നില്ല. കയീനിലും അവൻ്റെ ആരാധനയിലും ദൈവം പ്രസാദിച്ചില്ല. ഹാബേലിലും അവൻ്റെ ആരാധനയിലും ദൈവം പ്രസാദിച്ചു. അങ്ങനെയാണെങ്കിൽ ആരാധനയിലൂടെ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത്. അപ്പോൾ തന്നെ എല്ലാ ആരാധനയിലും ദൈവം പ്രസാദിക്കുന്നില്ല. യഥാർത്ഥ ആരാധന സത്യദൈവത്തെ അറിഞ്ഞ് ആരാധിക്കുന്ന ആരാധനയാണ് യഥാർത്ഥമായ ആരാധന. ഈ ശമരിയക്കാരി സ്ത്രീയോട് സംസാരിക്കുമ്പം
അവൾ പറഞ്ഞു, ഞങ്ങൾ ആ മലയിലാണ് ആരാധിക്കുന്നത്. ഞങ്ങൾക്ക് സ്ക്രിപ്ചറായിട്ട് വചനമായിട്ട് ഞങ്ങൾക്കുള്ളത് മോശ എഴുതിയ ആദ്യത്തെ 5 പുസ്തകങ്ങളാണ് ഞങ്ങൾക്കുള്ളത്. അതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. മറ്റു ഭാഗങ്ങളൊന്നും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. യോശുവ മുതൽ മലാക്കി വരെയുള്ള ഭാഗങ്ങളൊന്നും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ഞങ്ങളുടെ വിശ്വാസം ഈ പറയുന്ന മോശ പറഞ്ഞ ആദ്യത്തെ പഞ്ചഗ്രന്ഥങ്ങളാണ് ഞങ്ങൾ വിശ്വസിക്കുന്നതും ഞങ്ങളുടെ വിശ്വാസ പ്രമാണവും അതൊക്കെയാണ്. ഞങ്ങൾ ആരാധിക്കുന്നത് ആ മലയിലാണ്. നിങ്ങൾ പറയുന്നു ആരാധിക്കേണ്ടത് യെരുശലേമിലാണെന്ന്. ആ യെരുശലേമിൽ ആരാധനയാ ശരിയെന്ന് നിങ്ങൾ പറയുന്നു. എന്നാൽ യേശു പറഞ്ഞില്ല, നീ അവിടെ ആരാധിച്ചോ, നിങ്ങൾ അവിടെ ആരാധിച്ചോ, അത് ശരിയാ. നിങ്ങൾ ഇവിടെ ആരാധിച്ചോ, മറ്റൊരവിടെ ആരാധിച്ചോട്ടെ, അത് ശരിയാ. അങ്ങനെയാണോ യേശു പറഞ്ഞത്? യേശു പറഞ്ഞത് ആ ആരാധനയുമല്ല, ഈ ആരാധനയുമല്ല. ആരാധനയ്ക്കൊരു മാറ്റം വരാൻ പോവുകയാണ്. ദൈവത്തെ ആരാധിക്കേണ്ടത്, പിതാവിനെ ആരാധിക്കേണ്ടത് ആ മലയിലുമല്ല, ഈ മലയിലുമല്ല. സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. എന്താ യേശു പറഞ്ഞതിൻ്റെ ഉദ്ദേശം? യേശു പറഞ്ഞു, നിങ്ങൾ ഈ മന്ദിരം പൊളിപ്പീൻ. യഹൂദന്മാർ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന 46 വർഷം കൊണ്ട് മനോഹരമായി ശലോമോൻ പണിത ആലയത്തെ കണ്ടിട്ട് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് യേശു കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഈ ആലയം പൊളിപ്പീൻ, ഞാൻ 3 ദിവസം കൊണ്ട് അതിനെ പണിയുമെന്ന്. യഹൂദന്മാർ അത്ഭുതപ്പെട്ടു. 46 വർഷം എടുത്ത് പണിത ഇത്ര മനോഹരമായ ഒരു മന്ദിരത്തെ എങ്ങനെയാ 3 ദിവസം കൊണ്ട് പണിയാൻ പോകുന്നത്? അടുത്ത വാക്കിൽ യേശു പറഞ്ഞു, അല്ല, അവൻ്റെ ശരീരത്തെക്കുറിച്ചാണ്, ശരീരമെന്ന ആലയത്തെക്കുറിച്ചാണ് യേശു കർത്താവ് പറഞ്ഞതെന്ന് പിന്നീട് അവർ പറയുകയുണ്ടായി. സ്തോത്രം. യേശു പറഞ്ഞത് ആ മലയിലുമല്ല, ഈ മലയിലുമല്ല. യഥാർത്ഥ ടെമ്പിൾ, യഥാർത്ഥ ആരാധന യേശുവിലൂടെയുള്ള ആരാധനയാണ്. അതിനുവേണ്ടിയാണ് യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത്. ഒരു പുതിയ വഴി തുറന്നു തരുവാൻ, പിതാവിനെ ആരാധിക്കുവാൻ, പിതാവിനെ നമസ്കരിക്കുവാൻ. ക്രൂശിൽ കൂടെ, കാൽവറിയിൽ കൂടെ 3 ദിവസത്തെ അല്ലെങ്കിൽ ശരീരം ഏൽപ്പിച്ചു കൊടുത്ത് തകർത്തതിനു ശേഷം 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ ആ ക്രിസ്തുവിലൂടെ, കാൽവറി മരണത്തിലൂടെ തുറന്ന ഒരു ആരാധനാ രീതി, അതിനെക്കുറിച്ചാണ് യേശു കർത്താവ് പറഞ്ഞത്. അതിപ്പോൾ വന്നുമിരിക്കുന്നു. ആ ആരാധനയാണ് യഥാർത്ഥ ആരാധന. യേശുവിനെ കൂടാതെയുള്ള ആരാധന ദൈവം പ്രസാദിക്കുന്ന ആരാധനയല്ല. നമ്മൾ പാടിയതുപോലെ അവൻ ഒരുത്തൻ മാത്രമാണ്, അവൻ മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യൻ. യേശുവിനെ അംഗീകരിക്കാത്ത, യേശുവിൽ വിശ്വസിക്കാത്ത, യേശുവിനെ രക്ഷിതാവായി അംഗീകരിക്കാത്ത, യേശു മശിഹ എന്ന് ഏറ്റുപറയാത്ത, യേശു എൻ്റെ രക്ഷിതാവെന്ന് അംഗീകരിക്കാത്ത ഒരു ആരാധനയും ദൈവം പ്രസാദിക്കുന്ന ആരാധനയല്ല. നിങ്ങൾ അറിയുന്നത് പോലെ കഴിഞ്ഞ ആഴ്ചയിൽ കാലം ചെയ്ത നമ്മുടെ പോപ്പ് ഫ്രാൻസിസ് മാർപ്പാപ്പ വളരെ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പല പ്രസ്താവനകളും വളരെ വിവാദമായിട്ടുള്ള പ്രസ്താവനകൾ നടത്തിയ, റാഡിക്കലായിട്ടുള്ള ചേഞ്ചസ് സഭയിൽ കൊണ്ടുവന്ന ഒരു പോപ്പായിരുന്നു ഫ്രാൻസിസ്. അദ്ദേഹം പറഞ്ഞ ചില പ്രസ്താവനകളുണ്ട്. ഞാൻ എല്ലാം പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. മതത്തെ ഞാൻ ബഹുമാനിക്കുന്നു. ദൈവസഭയുമായിട്ടോ വചനവുമായിട്ടോ ബൈബിളുമായിട്ടോ ഒന്നും വലിയ ബന്ധമൊന്നും ഇല്ലെങ്കിലും അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക് നിങ്ങളത് ശ്രദ്ധിക്കണം. He said, different religions can be path to God. All religions are a way to arrive at God. നമ്മൾ പറയാറുണ്ട് എല്ലാ വഴിയും റോമിലേക്കാണെന്ന്. അതുപോലൊരു പ്രസ്താവനയാണ് അന്യമതസ്ഥരുടെ ഇടയിൽ ചെന്ന് അദ്ദേഹം പറഞ്ഞത്. തിരുവചനത്തിനും ഈവൻ കാത്തലിക് വിശ്വാസത്തിനും. കാത്തലിക് വിശ്വാസം എന്ന് പറഞ്ഞാൽ അവർ കാറ്റഗിസമൊക്കെയാണ് പ്രധാനമായിട്ടും അവർ വിശ്വസിക്കുന്നത്. കാത്തലിക് ബിലീവ്സ് ദ കാറ്റഗിസം ദാറ്റ് സേസ് ഓൾ സാൽവേഷൻ കം ഫ്രം ക്രൈസ്റ്റ് ദ ഹെഡ് through the church which is the body. അതിൽ നിന്നൊക്കെ വളരെ വിഭിന്നമായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച ഓർപ്പിച്ചു, ക്രിസ്തീയ സഭ പോലെ, ക്രിസ്തീയ റിലീജിയൻ പോലെ, നാം സേവിക്കുന്ന ക്രിസ്തു പോലെ ഉയർത്തെഴുന്നേറ്റ മറ്റൊരു സഭയുമില്ല. ജീവൻ തന്നു സ്നേഹിച്ച, ചങ്കില ചോര തന്നു വിലയ്ക്ക് വാങ്ങിയ, പാപത്തിന് പരിഹാരമായി ദിവ്യബലി തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് ഉയർത്തെഴുന്നേറ്റ്, മരിച്ച് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ പോലെ ആരാധനയ്ക്ക് യോഗ്യനായി മറ്റാരുമില്ല.
ക്രിസ്തീയ സഭ പോലും അതിനെതിരെ പറയുമ്പോൾ നാം മൗനമായിരിക്കുക പലപ്പോഴും. അല്ല, യേശുവെ പോലെ ആരുമില്ല. യേശുവാണ് യഥാർത്ഥ ആരാധനയ്ക്ക് യോഗ്യൻ. അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നു. നോക്കിയ ആ ഭാഗം, ആഫ്റ്റർ റിസറക്ഷൻ ഹി ബിക്കം ദ ന്യൂ ടെമ്പിൾ, എ ന്യൂ മീറ്റിംഗ് പ്ലേസ് വിത്ത് ഗാഡ്. മാത്യു ചാപ്റ്റർ 12 verse 6 യേശു പറഞ്ഞു, സംതിങ് ഗ്രേറ്റർ ദാൻ ദ ടെമ്പിൾ ഈസ് ഹിയർ. ആലയത്തേക്കാൾ വലിയവൻ, പ്രവാചകന്മാരെക്കാൾ വലിയവൻ, ആരാധനയ്ക്ക് യോഗ്യനായ കർത്താവ് യേശു കാൽവറിയിൽ രക്തം ചിന്തി തൻ്റെ സ്വന്തം രക്തത്താൽ സമ്പാദിച്ച സഭയാ ദൈവസഭ. എന്തിനാ യേശു സ്വർഗമഹിമ വെടിഞ്ഞു വന്നത്? നമുക്ക് ആരാധന വെളിപ്പെടുത്തി തരുവാൻ. വർഷിപ്പ്, ദ ഹീബ്രു വേർഡ് ഷഹ ആൻഡ് ദ ഗ്രീക്ക് വേർഡ് പ്രോസ്കുനിയോ, അതിൻ്റെ എല്ലാം അർത്ഥം വീണ് നമസ്കരിക്കുകയാണ്. വരുവീൻ നാം വണങ്ങി നമസ്കരിക്കുക, നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുമ്പിൽ മുട്ടുകൊത്തുക. ദൈവസന്നിധിയിൽ വണങ്ങാനും ആരാധിക്കാനും മുട്ടുമടക്കാനും ആണ് ഈ ആരാധന എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വർഷിപ്പ് മീൻസ് ഗിവിങ് ഗോഡ് വാട്ട് ഹീ ഈസ് worth, demonstrating reverence, expressing love, honor and respect. അഥവാ ദൈവത്തെ അവൻ്റെ മഹത്വത്തിൽ ആരാധിക്കണം. ദൈവമഹത്വം തിരിച്ചറിഞ്ഞ് ദൈവത്തെ ആരാധിക്കണം. യേശു പറഞ്ഞു, റോമാലേഖനം 8:33 പൗലോസ് ശ്ലീഹ പറഞ്ഞു, ഹാ ദൈവത്തിൻ്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ. അഥവാ ഈ ദൈവത്തിൻ്റെ ദയയും അവൻ്റെ കൃപയും അവൻ്റെ സ്നേഹവും അതിൻ്റെ ആഴവും അറിഞ്ഞവർ ദൈവത്തെ വണങ്ങി നമസ്കരിക്കണം, അറിഞ്ഞ് ആരാധിക്കണം. വർഷിപ്പ് ഈസ് നോട്ട് എ സൺഡേ മോർണിംഗ് ഇവൻറ്റ്, ഇറ്റ്സ് എ വേ ഓഫ് ലൈഫ്. ഈ നമ്മളിവിടെ ഇരിക്കുന്ന 2 മണിക്കൂർ അത് അല്ല ആരാധന, അത് മാത്രമല്ല ആരാധന. മൺഡേ ത്രൂ സാറ്റർഡേ നാം ചെയ്യുന്ന കാര്യങ്ങൾ അതും ആരാധനയുടെ ഭാഗമാണ്. എത്ര പേർക്കതറിയാം? ചിലർ ചിന്തിക്കുന്നത് രാവിലെ 9-10 ആകുമ്പോൾ ഇവിടെ വന്ന് 1 hour 2 hour പാട്ടുപാടി ആരാധിച്ചത് കഴിഞ്ഞുകൊണ്ട് ആരാധന കഴിഞ്ഞെന്നാ. അല്ല ദൈവമക്കളെ, മൺഡേ ത്രൂ സാറ്റർഡേയും നമ്മൾ ചെയ്യുന്നത് ആരാധനയുടെ ഭാഗമാണ്. നിങ്ങൾക്കറിയാമോ, യേശു പറഞ്ഞു, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പിൻ എന്ന് പറഞ്ഞാൽ, ബുദ്ധിയുള്ള ആരാധനയുണ്ട്, ബുദ്ധിയില്ലാത്ത ആരാധനയുമുണ്ട്. ബുദ്ധിയുള്ള ആരാധന, ദൈവം പ്രസാദിക്കുന്ന ആരാധന, സത്യത്തിലും ആത്മാവിലും ആരാധിക്കാൻ ആഗ്രഹിക്കുന്ന ആരാധനയ്ക്ക് ഒരു മനസ്സ് പുതുക്കം ആവശ്യമാണ്. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ടവരുടെ ആരാധനയാണ് ദൈവം പ്രസാദിക്കുന്ന ആരാധന. നമുക്കറിയാം, യേശു കർത്താവ് ഈ പിശാച് ആരാധനയൊക്കെ വരാൻ വന്ന ഒരു സമയമുണ്ടല്ലോ, മത്തായി 4 ആ ഭാഗത്ത് യേശു പറയുന്നൊരു വാക്കുണ്ട്. പിശാചിനെ ശാസിച്ചിട്ട് യേശു കർത്താവ് പറയുന്ന ആ ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മത്തായി 4:10 നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. അത് ആവർത്തനം 4:13 ഭാഗത്തു നിന്ന് എടുത്ത് ഉദ്ധരിച്ചതായ ഭാഗമാണ്. ഇറ്റ് ഈസ് റിട്ടൺ, യു ഷാൽ വർഷിപ്പ് ദ ലോർഡ് യുവർ ഗാഡ് ആൻഡ് സെർവ് ഹിം ഓൺലി. സെർവ് ഹിം ഓൺലി. വർഷിപ്പ് and serving is going together.
ഇവിടെ വന്ന് സൺഡേ നമ്മൾ അല്പസമയം ആരാധിക്കുന്നത് മാത്രമല്ല, ആരാധന കണ്ടിന്യൂ ചെയ്യുക. വി ആർ സെർവിങ് ഗാഡ് മൺഡേ ത്രൂ സാറ്റർഡേ. സോ അപ്പോഴും നാം പറയുന്നത് യേശുവാണ് സകലത്തിനും യോഗ്യൻ, സകല നന്മകളുടെയും ഉറവിടം. യേശു അവിടുന്നാണെന്ന് പറഞ്ഞ് ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ നമുക്ക് കഴിയണം. നമ്മുടെ ആരാധന കൊണ്ട് ഉദ്ദേശിക്കുന്നത് യേശുവേ നീ വലിയവൻ, നീ മാത്രം രക്ഷിതാവ്, നീ മാത്രം ദൈവം, നിൻ്റെ സ്നേഹം അവർണ്ണനീയം. അതാ നമ്മൾ ആരാധിക്കുമ്പോൾ ദൈവത്തോട് പറയുന്നത്. മൺഡേ ത്രൂ സാറ്റർഡേയും അത് തന്നെ ആയിരിക്കണം നമ്മുടെ ആരാധന. നമ്മൾ ദൈവത്തോട് പറയുന്നത് ജോലിയാ വലിയത്, ഡോളറാ വലിയത്, മക്കളാ വലിയത് എന്ന് പറഞ്ഞാൽ അത് യഥാർത്ഥ ആരാധനയാകത്തില്ല. മൺഡേ ത്രൂ സാറ്റർഡേ നമ്മൾ മറ്റെല്ലാം ആ വലിയതെന്ന് പറഞ്ഞേച്ച് ഞായറാഴ്ച ഇവിടെ വന്ന് യേശു ആ വലിയതെന്ന് പറഞ്ഞാൽ ആ ആരാധനയിൽ ദൈവം പ്രസാദിക്കത്തില്ല. മൺഡേ ത്രൂ സാറ്റർഡേ നമ്മൾ പറയണം, ദൈവമേ എല്ലാ സോഴ്സും അവിടുന്നാണ്, ജോലി തന്നത് അവിടുന്നാണ്, ആരോഗ്യം തന്നത് അവിടുന്നാണ്, തലമുറകളെ തന്നത് അവിടുന്നാണ്, ഞങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന എല്ലാം അങ്ങയുടെ ദാനമാണ്. അത് ധ്യാനിച്ച് ആ കർത്താവിനെ ഒന്ന് ധ്യാനിച്ച് മൺഡേ ത്രൂ സാറ്റർഡേ ദൈവസ്ഥലിൽ സ്തോത്രം ചെയ്ത് നിറഞ്ഞ ഹൃദയത്തോട് ഒന്ന് വന്ന് ദൈവസ്ഥലിൽ ഒന്ന് സ്തോത്രം ചെയ്ത് നോക്കിയേ, ആരാധനയിൽ ധ്യാനത്തിങ്കൽ തീ കത്തുന്നത് കാണാൻ കഴിയും. ഒന്നുകൂടെ ഞാൻ പറയാം, ഞായറാഴ്ച ആരാധനയ്ക്ക് വരുമ്പം ഒന്ന് മനസ്സ് പുതുക്കി ദൈവവുമായിട്ട് അല്പസമയം ഒന്നിരുന്നൊന്ന് സംസാരിച്ചിട്ടൊന്ന് ആരാധനയ്ക്ക് വന്നേ. അല്ല, വീട്ടിൽ അതിന് സാവകാശം ലഭിച്ചില്ലെങ്കിൽ നമുക്കിവിടെ ഒരു പ്രാർത്ഥനാ റൂമുണ്ട്, 9 മണി തൊട്ടോ തുറന്നു കിടക്കുക. വന്നൊന്ന് പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്ത് അല്പസമയം ഒന്ന് ധ്യാനിച്ച് യേശുവേ നീ വലിയവനെന്ന് പറഞ്ഞ് ദൈവസ്ഥലിൽ ഒന്ന് സ്തോത്രം ചെയ്ത് ആ ദൈവമായിട്ടുള്ള ആ ഇൻറ്റിമസിയിലേക്ക് വന്നിട്ട് ഇവിടെ നമ്മൾ ഒന്നിച്ച് ആരാധിക്കുമ്പോൾ അവിടെയാ തീ ഇറങ്ങുന്നത്, അവിടെയാ ദൈവ സാന്നിധ്യം ഇറങ്ങുന്നത്, ആ ആരാധനയിലാണ് ദൈവം പ്രസാദിക്കുന്നത്. ഐ എൻകറേജ് ഓൾ ഓഫ് യു, കം ലിറ്റിൽ early and spend some time in prayer. We have a room, prayer room open. നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കണം. ആരാധനയിലൂടെ ആ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നത് അതിനുള്ള ദിവസങ്ങളായി മാറട്ടെ എന്ന് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക.